പച്ചത്തറി വിളിക്കും. അതുപോലെ തന്നെയാണ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തത്ര പണിഷ്മെന്റാണ്. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കി തറയിലിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ അറ്റം വരെയാണ്. ഈ ചീന പഴമില്ലേ, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് വേസ്റ്റിൽ പോയക്കണ പഴമായിരിക്കും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും. ആ ചീന പഴം എടുത്തെണ്ണം വന്നിട്ട് അതിൻ്റെ മേലെ തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടികൊണ്ട് മാത്രമല്ല അടിക്കുന്നത്. വടികൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിലെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ അല്ലെങ്കിൽ 2000 താഴെ പിടിച്ച ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യും, ആണുങ്ങളുടെ പാൻറ്റോ അല്ലെങ്കിൽ അനിക്കറോ എന്താ വെച്ചാൽ അഴിക്കുക. ഇന്നറിലായിരിക്കും നിൽക്കണത്. പരസ്പരം കാട്ടും പിടിച്ചോണ്ടിരിക്കും. കറക്റ്റ് 10 മണി 10 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ അടിച്ചുറക്കും. എനിക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നാട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാൻ പൈസ തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യേ, എന്നിട്ട് അതിൽ നിർത്ത് കഴിച്ചോ. നമ്മൾ അത് വൈകിട്ട് വരെ സെയിൽ ചെയ്യണം. എന്നിട്ട് ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് വരെ കരഞ്ഞ് വരെ ഞാൻ ചെന്നിട്ടുണ്ട്. അതായത് ക്യാഷിന്റെ പുറത്ത് എന്തുകൊണ്ടോ നേടാം എന്നുള്ള സംസാരങ്ങളോട് പറഞ്ഞു തുടങ്ങി. വായിൽ കുറേ ഉപ്പ് അടിക്കും. അതൊക്കെ നമുക്ക് അറിയിക്കുന്ന പോലെ അത്ര ഉപ്പൊന്നുമല്ല. ഒരു കൈ നിറയെ കുന്നുപോലെ ആക്കിയിട്ട് ഉപ്പ് വാലിട്ട് വരും. ടീമുകളായിട്ട് നിർത്തും. എന്നിട്ട് തോറ്റ ടീമിൻ്റെ ഹാൻഡ് അയച്ചിട്ട് പരസ്പരം അങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക. അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക. ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ അന്ന് അനുഭവിച്ചത്. അത് ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ടാണ് പഴത്തിൽ തുപ്പിയിട്ടിട്ട് പഴം നക്കാൻ വേണ്ടി. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന അവരുടെ സ്ഥാപനത്തിനും അവരുടെ ഡീലർഷിപ്പ് സ്ഥാപനമായ കെൽട്രോ കോപ്പിനും എതിരെയായിരുന്നു ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഫോർട്ട് കൊച്ചി സ്വദേശി അഖിൽ എന്ന യുവാവാണ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. ജീവനക്കാരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിലാണ് ചില ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നത്. എന്നാൽ ഈ ഒരു ദൃശ്യം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് 2 വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ തൊഴിൽ പീഡനം എന്ന് ചിത്രീകരിക്കുകയായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് നമ്മുടെ തൊഴിൽ വകുപ്പ്. എന്തായാലും പരാതിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. പരാതി കൊടുക്കാൻ കാരണം വെച്ചാൽ അതിനും വേണ്ടും പീഡനങ്ങൾ കുറെ അനുഭവിച്ചിട്ടുണ്ട് അവിടെ തന്നെ ഒത്തിരി അധികം. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ടാർഗറ്റ് വന്നിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാണെങ്കിൽ അതേപോലെ നമുക്ക് വിചാരിക്കാത്ത ഉപദ്രവങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ ഈ പട്ടിനെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് ഒരു പാത്രത്തിൽ കോയിൻ വെച്ച് നക്കി പുറത്തെടുക്കുക, പിന്നെ ഒരു കോയിൻ നിലത്തിട്ടിട്ട് അത് നക്കിക്കൊണ്ട് അങ്ങോട്ടും നടക്കുക, പട്ടിനെ പോലെ മൂത്രമൊഴിക്കണ പോലെ കാണിക്കുക. പിന്നെ അതുകൂടാതെ തന്നെ സകല വൃത്തികേടുകൾ വേറെ ഉണ്ട്. ഈ ടീം പറയുന്ന ഒരു വർഷങ്ങളില്ല ഈ ടീമായിട്ട് അത് ചെയ്യണം. ഒരു ടീം പറ്റി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീമിന് ഈ ഹുബൈൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പറഞ്ഞ് ചെയ്യിപ്പിക്കണതാണ്. ടീമുകളായിട്ട് നിർത്തും. എന്നിട്ട് തോറ്റ ടീമിൻ്റെ ഹാൻഡ് അയച്ചിട്ട് പരസ്പരം അങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക. അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് വെച്ച അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇതുപോലെ ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് തന്നെ അവരെനിക്ക് തന്ന പണിഷ്മെൻറ്റ് ഈ വായുവിൽ കസേര എടുത്തില്ല, ഇങ്ങനെ കൈ നീട്ടി ഇരിക്കണ പോലെ കാണിച്ചിട്ട് വായിൽ കുറേ ഉപ്പ് അടിച്ചിട്ട് വരും. അതൊക്കെ നമുക്ക് അറിയിക്കുന്ന പോലെ അത്ര ഉപ്പൊന്നുമല്ല. ഒരു കൈ നിറയെ കുന്നുപോലെ ആക്കിയിട്ട് ഉപ്പ് വാലിട്ട് വരും. അപ്പോൾ അത് ഉള്ളിലിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പെട്ടെന്ന് അഴുകൂലേ. ആ സംഭവം എൻ്റെ കയ്യിലുണ്ടാവും. അവർ ഞാൻ തുപ്പിക്കോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ആ സാധനം അങ്ങനെ തന്നെ ഇരിക്കണം. തുപ്പിക്കോട്ടെന്ന് ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ല. തുപ്പാൻ പാടില്ല. ഉബൈൽ സാറ് പറഞ്ഞാൽ തുപ്പാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരുന്നു. പറ്റാണ്ട് സൈ കെട്ടപ്പൻ അത് ഇറക്കുകയും ചെയ്തു. അഖില് ഈ പീഡനം നേരിട്ടത് ഏത് കാലയളവിലാണ്? ഈ കഴിഞ്ഞ സെപ്റ്റംബറിന് മുമ്പാണ് ഞാൻ ഇത് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടിയൊക്കെ വന്നു അന്നേ ദിവസം തന്നെ. കാരണം ഞാൻ റോട്ടിൽ കൂടെ നടക്കണമൊക്കെ കുഴഞ്ഞു നടന്നു വെച്ചാൽ അവിടെ ഡോക്ടർ ആയാലും വേറൊരു കടയിൽ ചെന്നിട്ട് ആ കടക്കാരനായാലും കേസ് കൊടുക്കാൻ വേണ്ടിയൊക്കെ നിന്നതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സാക്കി കുത്തി ഞാൻ പറഞ്ഞു വേണ്ട കേസൊന്നും കൊടുക്കണ്ട എന്നുള്ള രീതി ഞാൻ അങ്ങനെ ഇറങ്ങി പോകാന്നുള്ള സീനിൽ നിൽക്കണമായിരുന്നു. അഖില് ജോലി ചെയ്തത് ഏത് സ്ഥാപനത്തിലായിരുന്നു? ഈ കെൽട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. എവിടെയാ സ്ഥലം? എവിടെയാ? ആലുവ പൊതിയിൽ എന്ന് പറയും. ആലുവ പൊതിയിൽ. അവിടെ മറ്റുള്ളവർക്കും സമാനമായ അനുഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ചിത്രനാളും. ഈ അഖിൽ ഉൾപ്പെടെയുള്ളവർ ഇത്ര തൊഴിൽ പീഡനം നേരിട്ട് അതേ സ്ഥലത്തു നിന്നുള്ള വിഷയമാണോ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണം. ഇത് അഖിൽ അവിടെ ഉള്ള കാലത്തുള്ളതാണോ അഖിൽ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോയാണോ ഇത്? ഞാൻ അവിടെ ഉള്ള കാലം തൊട്ടുള്ളതാണത്. ഈ വീഡിയോ ഇറങ്ങിയേക്കണത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണത്. പക്ഷെ അതിന് മുമ്പ് ഉള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ അത് സത്യം പറഞ്ഞാൽ എന്നാ ടീം അതിൽ അഖിൽ എനിക്ക് തന്ന. എന്നാൽ ഈ ഒരു പരാതി വ്യാജമാണ്, അല്ലെങ്കിൽ ഇതൊരു ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പെരുമ്പാവൂരിലെത്തിയ ലേബർ ഓഫീസറും പോലീസും ദൃശ്യങ്ങളിൽ കാണുന്ന യുവാക്കളിൽ ഒരാളെ കണ്ടെത്തി ഈ വിവരങ്ങൾ അന്വേഷിച്ചതോടെയാണ് സംഭവത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായത്. അവിടെ നടന്നത് ഒരു തൊഴിൽ പീഡനമല്ല എന്നാണ് ഈ ഒരു ജീവനക്കാരൻ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയത് തന്നെ. സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു മുൻ മാനേജർ ചിത്രീകരിച്ച ഒരു വീഡിയോ ആണെന്നും പുറത്തു വന്നത് എന്നാണ് ഇയാൾ മാധ്യമങ്ങളോടും പറഞ്ഞത്. ലഹരി ഉപയോഗിച്ചിരുന്ന മുൻ മാനേജർ അത്തരത്തിൽ തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഇപ്പോഴും ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
എന്റെ പേര് ഹാഷിം എന്നാണ്. ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇപ്പൊ പട്ടിനെ പോലെ നടക്കുന്ന ആളാണ് ഈ ജെറിൻ എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തിനെ പിടിച്ചു കൊടുക്കുന്ന ബെൽറ്റ് പിടിക്കുന്ന ഒരാളാണ് ഞാൻ, ഹാഷിം എന്നാണ് എന്റെ പേര്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ വർക്കുന്ന സ്റ്റാഫാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ചെയ്യിപ്പിച്ചെന്ന് പറയുകയാണെങ്കിൽ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത്. ഞങ്ങൾക്ക് അതിന്റെ പേരിൽ നല്ലൊരു വിഷമമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഫേക്ക് ന്യൂസ് ഇത് പുറത്തിവിടെ ഇറക്കിയതിൽ ഞങ്ങൾക്ക് നല്ലൊരു സങ്കടമുണ്ട്. ഞങ്ങളുടെ കുടുംബം കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ നിൽക്കുന്നതാണ്. ഞങ്ങളുടെ ഫാമിലിനെ സേഫ് ആക്കാൻ വേണ്ടി ഞങ്ങളിവിടെ നിൽക്കുന്ന. അതിന്റെ പേരിൽ ഇതിപ്പോ ഈ ഫേക്ക് ന്യൂസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫാമിലി ആകെ ഫുൾ പ്രശ്നം വഹിക്കുന്ന ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞങ്ങൾക്ക് എവിടെ വേണ്ട പരാതി കൊടുക്കാനും എവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാറേ. ഞങ്ങൾക്ക് എവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എവിടെ ഏത് നിയമമായാലും ഏത് പോലീസായാലും ഞങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് തേക്കേണ്ടതിൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മുബൈൽ സാർ ഞങ്ങളുടെ മാനേജറോട് ഉള്ള ടൈമിൽ ഞങ്ങളെല്ലാം കറക്റ്റ് നല്ലപോലെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ വന്നതോടെ ഒരു മാനേജറായിട്ട് വന്നതോടെ ഞങ്ങളുടെ എല്ലാ സന്തോഷം ഇല്ലാതായി പോയി. പിന്നെ ഞങ്ങളിവിടെ ഒരു പ്രശ്നം, സാലറി നല്ലപോലെ കിട്ടുന്നുണ്ട്, ഫുഡ് നല്ലപോലെ കഴിക്കാൻ കിട്ടുന്നുണ്ട്, നല്ലപോലെ വസ്ത്രം ഞങ്ങളെല്ലാം സ്വന്തമായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നതാണ്. അതിനിടയിൽ ഈ മനാഫ് ചെയ്ത ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇതുണ്ട് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങളുടെ വീട്ടുകാർക്കായിക്കോട്ടെ ഇതിൽ പങ്ക് എന്ന് പറയുന്ന മനാഫ് എന്ന ആ ഒരു വ്യക്തി മാത്രം ഞങ്ങൾക്ക് ഇതിൽ ഇത്രയും നമ്മൾ എവിടെ വേണം ഞങ്ങൾ പറയാൻ ഞങ്ങൾ തയ്യാറാണ് സാറേ. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലുള്ള ഇപ്പൊ നിൽക്കുന്ന മാനേജേഴ്സിന് ഒരു പങ്കുമില്ല. ഈ പങ്കുള്ള പടച്ചോനായിട്ട് ഞാൻ പറയുന്നത് ഈ മനാഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഈ ഒരു പണിഷ്മെന്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇത് ഞങ്ങളുടെ നിൽക്കുന്ന മാനേജേഴ്സിന് ഞങ്ങളുടെ ഇപ്പോൾ മാനേജേഴ്സിന് ഒരു പ്രശ്നം ഒരു പങ്ക് ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇതുവരെ ഇതൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല. ഈ പണിഷ്മെന്റിന് മുൻപ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പണിഷ്മെന്റ് പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിപ്പോ ഇവൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഫേക്ക് ന്യൂസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ തകർക്കാൻ ഞങ്ങൾ നോക്കുന്നത് പറയാനാണ്. ഇതിൽ ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കേസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാറേ. എവിടെ വേണമെങ്കിലും ഞങ്ങൾ കേസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള എന്തായാലും നടപടി ഞങ്ങൾ എടുത്തു. പരാതിക്ക് ആസ്പദമായിട്ടുള്ള ദൃശ്യത്തിലെ ചെറുപ്പക്കാരുടെ മൊഴിയെടുത്ത ശേഷമാണ് ഇത് തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് തൊഴിൽ വകുപ്പ് എത്തിയത്. ഉണ്ടായത് തൊഴിൽ പീഡനമല്ല എന്നും ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവ് പോലീസിനും തൊഴിൽ വകുപ്പിനും നേരത്തെ മൊഴി നൽകിയിരുന്നു. ശരിക്കും ഈ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ നമ്മൾ വരെ ഞെട്ടിപ്പോയത് സംഭവമാണല്ലേ. ഏകദേശം മിക്ക തൊഴിലിടങ്ങളിലും നടക്കുന്ന സംഭവമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂര ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അതായത് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ള ക്രൂരമായിട്ടുള്ള ശിക്ഷകൾ സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന ഫോർട്ട് കൊച്ചി സ്വദേശിയായ അഖിൽ ആരോപിച്ചത്. എന്നാൽ ഇത് തങ്ങളുടെ ഒരു സ്ഥാപനമല്ല എന്നാണ് ഇവിടുത്തെ മാനേജറും മറ്റടക്കമുള്ളവർ പറയുന്നത്. ഞങ്ങൾക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പ്രോബ്ലം എന്താണ്? ഇവിടെ ഇത്രയും പേരുണ്ട്, നിങ്ങൾ ഇവരോട് ചോദിക്കാം. ഏത് ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ ഞങ്ങൾ ഇവിടെ സെയിൽസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ ശമ്പളം കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇതെവിടെ ഈ 10-50 പേരുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ. ഇല്ല, അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങൾക്ക് അറിയില്ല. ഇല്ല 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 ഏതാ ഇല്ല, ഞങ്ങൾക്ക് ബന്ധമില്ല. യാതൊരു ഉത്തര ബന്ധമില്ല. എന്താണ്? ഞങ്ങള് സെയിൽസ് സ്റ്റാഫാണ്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ്. വണ്ടികളിൽ കടകളിൽ സപ്ലൈ ചെയ്യുന്നവരാണ്. ഇതെവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോളൂ. നിങ്ങൾ ക്യാമറയും കൊണ്ട് വരുമ്പോൾ അവർക്കൊക്കെ കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോൾ ലൈവ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊക്കെ പ്രോബ്ലംസ് ഇല്ലേ? ഇവരൊക്കെ തൊഴിലിനെ ബാധിക്കില്ലേ? കമ്പനി ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ പർച്ചേസ് കൊണ്ടുപോകുന്നുണ്ട്. അവരൊക്കെ പലർക്കും നടത്തുന്നുണ്ടാവും. ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. അവിടെ അവരുടേതായ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും. അതിന് ഹിന്ദുസ്ഥാൻ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലല്ലോ, ഒരിക്കലുമില്ല. ഓരോ ഓഫീസിലും ഹിന്ദുസ്ഥാൻ പോലീസിലും ബോർഡൊന്നും ഉണ്ടാകില്ല. അവർ ഇവിടുന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അവരെ കുട്ടികളെ വെച്ചിട്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അത് നാളെ ഇവിടെ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് കിട്ടും പ്രോഡക്റ്റ്. അതന്നെ, നിങ്ങൾ ക്യാഷ് അടച്ചാൽ നിങ്ങൾക്ക് കിട്ടും സാധനം. നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വിൽക്കാതെ. ഞങ്ങൾ ഇത്രയും സ്റ്റാഫുകൾ ഒരു ബന്ധമില്ല. ഏതാ ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഈ ഒരു ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇതിനിടെ സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ തന്നെ മന്ത്രി വി ശിവൻകുട്ടി തൊഴിൽ വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിനാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾക്ക് സ്ഥാപനവുമായി ബന്ധമില്ല എന്നുള്ള കാര്യം വ്യക്തമായത്.